അനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളൂ. മോസ്റ്റ് വയലൻ്റ് ഫിലിം എന്നൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞപ്പോൾ ഇത്രയും വയലൻസ് ഉള്ള സിനിമയാണെന്ന് വിചാരിച്ചില്ല. എൻ്റെ പൊന്ന അനീഫ് അദേനി അണ്ണ എന്താണ് പണി വെച്ചിരിക്കുന്നത്. എന്തായാലും അനീഫ് അദേനിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാവാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ് മാർക്കോ. കാരണം സിനിമയ്ക്ക് അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് വരുന്നത്. 7 ഫൈറ്റ് സീൻസാണ് സിനിമയിലുള്ളത്. അത് മഴയത്തും കാട്ടിലും ഒരുവിധം എല്ലാ ഫൈറ്റ് സീൻസിലും ബ്ലഡ് ബാത്ത് തന്നെ. ബോളിവുഡിലെ കില്ലും ആനിമലുമാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രങ്ങളെന്ന് പറഞ്ഞു വരുന്നവർക്ക് മാർക്കോ കാണിച്ചു കൊടുക്കണം. അവരുടെ അഭിപ്രായത്തിൽ എന്തായാലും മാറ്റം വരും. പിന്നെ സിനിമയിലെ നായകൻ ഉണ്ണിമുകുന്ദൻ, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇൻട്രോ സീൻ ആയാലും ക്ലൈമാക്സ് ഷോട്ട് ആയാലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻസ് ആയാലും ഭീകര ഇമ്പാക്റ്റ് തന്നെയാണ് സൃഷ്ടിച്ചത്. KGF പോലുള്ള സിനിമ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ ഉണ്ണിമുകുന്ദനൊക്കെ വെച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോയിലെ പെർഫോമൻസ്. പിന്നെ സിനിമയിലെ BGM തന്നെയാണ് വളരെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചത്. ഉണ്ണിമുകുന്ദൻ്റെ ഇൻട്രോ സീനുകൾക്കും അതുപോലെ മാസീവായിട്ടുള്ള സീനുകൾക്കൊക്കെ ഇമ്പാക്റ്റ് കിട്ടാൻ ഈ ഒരു സിനിമയിൽ BGM ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. രവി ബസൂറാണ് സിനിമയിലെ BGM മ്യൂസിക്കൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സാധാരണ രവി ബസൂർ KGFൻ്റെ ടൂൺസൊക്കെ മാറ്റി മറിച്ചൊക്കെയാണ് സിനിമകളിൽ ഇടാറ്. എന്നാൽ മാർക്കോയിലേക്ക് തികച്ചും വ്യത്യസ്തമായിട്ട് പുതിയ രീതിയിലുള്ള BGMs ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നിവിൻ പോളി ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. കാരണം മിക്കായിലെ ഒരു ക്യാരക്ടറാണല്ലോ മാർക്കോ. അപ്പോൾ മിക്കായിൽ ഈ ഒരു സിനിമയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ. എന്നാൽ നിവിൻ പോളി ഈ ഒരു സിനിമയിലില്ല. ഇത് മാർക്കോൻ്റെ ഒരു സ്പിൻ ഓഫ് ആണ്. അതായത് മിക്കായിലെ വില്ലനായ മാർക്കോ എന്ന ക്യാരക്ടറിൻ്റെ ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഈ ഒരു മാർക്കോ. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം വയലൻസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് എക്സ്ട്രീം വയലൻസ് ആണ് കാണാൻ സാധിച്ചത്. പിന്നെ ജഗദീഷിൻ്റെ വില്ലൻ വേഷമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ ഒരു സെക്കൻഡ് വില്ലനും കൂടി ഉണ്ട്. പുള്ളി സെക്കൻഡ് ഹാഫിൽ വന്ന പിന്നെ വയലൻസിൻ്റെ അഴിഞ്ഞാട്ടാണ്. തിയേറ്ററിൽ ഞാൻ ഈ ഒരു സിനിമ കാണുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നുപോയി. അത്രയും ഭീകരമായിട്ടുള്ള വയലൻസാണ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ കണ്ടത്. ചില വയലൻസ് രംഗങ്ങളൊന്നും എനിക്ക് തീരെ കാണാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് ഇരുന്നത്. തല വെട്ടുന്നതും കാല് വെട്ടുന്നതൊക്കെ പോലുള്ള ചില സീനുകളൊന്നും ബ്ലർ ചെയ്തിട്ട് പോലില്ല. പച്ചയ്ക്കാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വയലൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾ പോകേണ്ടത്. എന്തായാലും മാർക്കോ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു സിനിമ ഇന്ന് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും.